എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ക്യാരറ്റ് ഹൽവ തയ്യാറാക്കണ പോലെ ഇല്ലാട്ടോ തയ്യാറാക്കുക. നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ആണ് തയ്യാറാക്കിയെടുക്കുക. പിന്നെ അതിൽ നെയ്യൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ ഹൽവ തയ്യാറാക്കുമ്പോൾ നമ്മൾ നെയ്യൊന്നും ഉപയോഗിക്കണില്ല. അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യത്യാസമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ തന്നെയാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ 4 ക്യാരറ്റ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് പറയുന്നുണ്ടെങ്കിൽ 800 ഗ്രാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നോർത്തിലൊക്കെ കിട്ടണ, അതായത് വിന്റർ സീസണിലൊക്കെ കിട്ടണ ഒരു റെഡിഷ് കളറിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ സാധാരണ ക്യാരറ്റില്ലേ അത് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരറ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അതാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ മുറിച്ച് മാറ്റാം. അതിനുശേഷം പീൽ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല കളറാണ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ല കളർ കിട്ടും. പിന്നെ ഈ ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് മധുരം കൂടുതലായിരിക്കും നമ്മുടെ സാധാരണ ക്യാരറ്റിനേക്കാളും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ക്യാരറ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ക്യാരറ്റും പീൽ ചെയ്തെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ എല്ലാ ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്യാരറ്റ് ഹൽവ ചെയ്യണ പോലെ ഗ്രേറ്റ് ചെയ്തിട്ടല്ല എടുക്കണത്. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ക്യാരറ്റ് വെന്ത് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ എല്ലാ ക്യാരറ്റും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മുറിച്ച് വെച്ച ക്യാരറ്റ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, പിന്നെ നമ്മളിതൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇത് മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടയ്ക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെയാണ് ഞാനിതിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ. വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെന്ത് വരണം കേട്ടോ. കണ്ടില്ലേ, ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ക്യാരറ്റ് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഞാനിത് അരച്ചെടുക്കട്ടെ കേട്ടോ. വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിന് മാറ്റി വയ്ക്കാം. നമുക്കിനൊരു കടായി എടുക്കാം. ഈ കടായിലേക്ക് അരച്ചു വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കണില്ല. നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നെയ്യ് ഒഴിച്ചതിന് ശേഷം ക്യാരറ്റ് ചേർത്താൽ മതി. എനിക്കിപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. ഇളക്കി കൊടുക്കാതെ ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ല, ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഹൽവ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മധുരത്തിലല്ല ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്, എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുക്കി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കട്ടെ ഇത്. ഇതിലേക്ക് നമുക്കിനി 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചത്. ഇപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഏലക്കായുടെ അളവെന്ന് പറയുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml കപ്പിൽ 1.5 കപ്പ് നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2-ാം പാല് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല, 1-ാം പാല് മാത്രം മതി. 1-ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മളിത്. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ, നന്നായിട്ട് തന്നെ. അതുപോലെ നാളികേരം ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1.5 വലിയ നാളികേരമാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കണത്. നാളികേരത്തിന്റെ 1-ാം പാല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് കട്ടിയുള്ള പാല് കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം പിഴിഞ്ഞെടുക്കാം. പിന്നെ 2-ാം പാല് ഞാൻ ഈ ഹൽവയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. സാധാരണ ഹൽവ തയ്യാറാക്കുമ്പോൾ 2-ാം പാല് ഉപയോഗിക്കാറുണ്ട്. ഈ ഹൽവ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഹൽവയാണ്. പക്ഷെ ക്യാരറ്റ് ഹൽവ ഈ ഒരു രീതിയിൽ വേറെ ആരും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആരും ഈ ഒരു രീതിയിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും നോർത്ത് ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിംഷാസ് കിച്ചണിൽ കയറി നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചൺ ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും കിട്ടും. ഇപ്പോൾ ക്യാരറ്റ് ഹൽവയ്ക്കൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. പണ്ട് ചെയ്തത് ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്ന് പറയുന്നത് നാടൻ രീതിയിലുള്ള ഒരു ക്യാരറ്റ് ഹൽവ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്യാരറ്റ് ഹൽവ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ശരിക്കും വ്യത്യാസമാണ്. കാരണം നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാലല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാളികേരപ്പാലിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിൽ മുന്നിട്ട് നിൽക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇതിപ്പോ നമ്മൾ നോൺ സ്റ്റിക്ക് കടായി ഉപയോഗിച്ചിരിക്കണ കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല. ഇടയ്ക്കൊന്ന് കൈ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളികേരത്തിന്റെ അളവ്, അതായത് നാളികേരപ്പാലിന്റെ അളവ് കുറയ്ക്കരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൽവ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. നമ്മൾ പിന്നെ ഇതിൽ നെയ്യൊന്നും ചേർക്കണില്ലല്ലോ. അപ്പം ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളികേരപ്പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ആക്ച്വൽ ടേസ്റ്റ് വരില്ല. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്ക് ടിന്നോ എന്തെങ്കിലും ഒരു ട്രേയോ എന്തെങ്കിലും കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ തടവിയിട്ട് വെക്കാം. ഹൽവ റെഡി ആയിട്ട് കഴിയുമ്പോൾ ഈ പ്ലേറ്റിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ രീതിയിൽ ഹൽവ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. പിന്നെ ക്യാരറ്റ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ അതൊക്കെ വറ്റി വരണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് നീങ്ങി നിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൈമരിക്കൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കാം. കുറച്ച് വലിയൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു സമയത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് പായസമായിട്ടോ. അതിലേക്ക് കാഷ്നറ്റും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ ക്യാരറ്റ് പായസമായി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നറ്റും കുറച്ച് ബദാമും മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കാട്ടെ. ഇവിടെ കിസ്മിസ് കുട്ടികൾക്കൊന്നും താല്പര്യമില്ല, അത് കാരണമാണ് ഞാൻ കിസ്മിസ് ചേർക്കാതിരുന്നത്.
ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഈ കടായില്ല അതിൽ നിന്ന് വിട്ട് വരണം. ആ ഒരു സ്റ്റേജിലെത്തണം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജിലായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്നാവട്ടെ. കണ്ടില്ലേ, ഇപ്പൊ പൊട്ടിത്തെറിക്കണമൊന്നുമില്ല. കണ്ടില്ലേ, ഇപ്പൊ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇപ്പൊ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പാനിൽ നിന്നൊക്കെ നല്ല പോലെ തന്നെ കണ്ടില്ലേ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരണം കേട്ടോ. ഇതുപോലെ ഒരു ബോൾ പോലെ വരണം. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇപ്പൊ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു അളവിലല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഈ പ്ലേറ്റിൽ മുഴുവനായിട്ട് തന്നെ പരത്തണില്ല കേട്ടോ. ഇത് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരണമാണ് കേട്ടോ ഇതുപോലെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയ കാരണേ അത്രയ്ക്കൊരു ഷേപ്പിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തിരുനെൽവേലി ഹൽവയ്ക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം അത്രയും സോഫ്റ്റ് ആണ്. അത് കാരണമാണ്. പിന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.